ഒന്നല്ല രണ്ടല്ല 3 വട്ടം കഴിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലും. അവരൊരു ഇപ്പൊ സാറ് പറഞ്ഞ ബീറ്റാഡി പോലുള്ള മരുന്നുകൾ അതിനകത്ത് അപ്ലൈ ചെയ്യാം. ഞാൻ അവിടെ കാഷ്വാലിറ്റി പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ബീറ്റാഡിൻ വെച്ചെങ്കിൽ അതൊന്നും ക്ലീൻ ചെയ്ത് വിടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സോപ്പിട്ട് കൈ കഴുകിയില്ലേ അത് മാത്രമാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്നാ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ആരാണ് സാറേ കുറ്റക്കാരായി വരുന്നത്? ഈ 4-5 വർഷം അവർ MBBS പഠിച്ച് ഓരോ അസുഖത്തിനെ കുറിച്ച് പഠിച്ച് വന്നിരിക്കുമ്പോൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇപ്പം ഇന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചല്ലേ ഇവർ വന്നിരിക്കുന്നത്. ഇപ്പൊ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊരു ഹുങ്കുണ്ട്, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കവിച്ചു വെച്ചിട്ട് വേറൊരു മനുഷ്യനില്ല എന്നുള്ളത്. പാവങ്ങളോട് കാണിക്കുന്ന അത്രയും ക്രൂരതയാണ്. കാരണം അവര് തറവാടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് അവർ സേവനം ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ സേവനം ഇത്രയും മതി. പക്ഷെ അവരൊന്ന് ചിന്തിക്കണം, ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ച് മേടിച്ചിട്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന്. അപ്പൊ ജനങ്ങൾക്ക് ഇവർ കാലിന്റെ കീഴിൽ കിടക്കേണ്ട അവസ്ഥയാണ്. അവരുടെ ഡോക്ടർ പദവി മാത്രമേ അവർക്ക് സ്വന്തമായിട്ടുള്ളൂ. അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവർ സേവനം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ അങ്ങനെ അല്ല ചെയ്യുന്നത്. അവരെ കവിഞ്ഞ് വേറെ ഒരു മനുഷ്യനും ഇല്ല. നമ്മൾ പണ്ട് രാജഭരണ കാലത്ത് കൈയും കെട്ടി നിൽക്കുന്ന കണക്ക് അവര് ഗവൺമെന്റ് ആശുപത്രി ചെന്ന് ക്യൂ നിന്ന് നോക്ക്, ഡോക്ടേഴ്സിന്റെ ചീത്ത വിളി കേൾക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ ഒരു അസുഖം വരാതെ നോക്കണം. കാരണം അത്രയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് അവര് പോലും അറിയത്തില്ല. അവര് മരണത്തിന് കീഴടങ്ങേണ്ടവർ. അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അടുത്ത വർഷത്തേക്ക്. ഇപ്പം എൻ്റെ മോക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു, സ്കൂള് തുറക്കുമ്പം പുതിയ ബാഗ്, പുസ്തകം, പുതിയ അധ്യയനം, അങ്ങനെ പോകണം, യൂണിഫോം മേടിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. അവരുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഒരുപാടില്ലേ അവർക്ക്. എനിക്ക് വന്നാൽ മാത്രമേ ഞാൻ അതിന് പിറകെ പോകൂ എന്നുള്ള വാശിയിലാണ് നമ്മൾ. പിന്നെ ഇതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞതിനോട് ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ചെറുതായി വിയോജിക്കുകയാണ്. ഞാനും 10-30 കൊല്ലം ഗവൺമെൻറ് ആശുപത്രികളിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. അതിൽ എത്രയോ വർഷം കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതിൽ എത്രയോ തവണ നമ്മുടെ ജീവനക്കാർ, അത് നേഴ്സായിക്കോട്ടെ, അറ്റൻഡർ ആയിക്കോട്ടെ, ചിലപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, എനിക്ക് തന്നെ അതിശയം തോന്നും, നമുക്ക് അഭിമാനം തോന്നുന്നൊരു വിധത്തിൽ അത്രയും അനുകമ്പയോടുകൂടിയും അത്രയും സ്നേഹത്തോടു കൂടിയും ഒരു പരിചയമില്ലാത്ത വ്യക്തികളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഇവരെ തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ ഇത്രയും സ്നേഹമായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമാണ്. അപ്പോൾ ഈ നമ്മളങ്ങനെ അടച്ച് പറയാൻ സാധിക്കില്ല എന്നുള്ളതും കൂടെ ഒന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ, അത് ഓർമ്മിക്കാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് അത് പറഞ്ഞതാണ്.